ഹലോ വെൽക്കം ബാക്ക്. 10ാം ക്ലാസ്സിലെ ഐ.ടിയിലെ മാപ്പ് റീഡിംഗ് അഥവാ ഭൂപട വായന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് സൺക്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ള സൺക്ലോക്ക് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും വരാറുണ്ട്, ക്യൂജിസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും വരാറുണ്ട്. ഈ വീഡിയോയിൽ സൺക്ലോക്ക് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടാവല്ലോ, അത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളും അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൺക്ലോക്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ മാപ്പ് റീഡിംഗ് എന്ന് പറയുന്ന അഥവാ ഭൂപട വായന എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ഒരു ടേബിൾ ഉണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം ഇത് തിയറിയിലും ചോദിക്കാറുണ്ട്, പ്രാക്ടിക്കലിനും ആവശ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും അതെങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഡിസ്പ്ലേ ദ പൊസിഷൻ ഓഫ് ദ സൺ ആൻഡ് മൂൺ ഫ്രം എനി സിറ്റി ഇൻ ഇന്ത്യ ഓൺ 21st December 2024 with the help of SunClock software. Take a screenshot and save it in the exam 10 folder in home with your register number _ question number as the file name. ഓക്കെ, ഇതിന്റെ മലയാളം നോക്കാം. 2024 ഡിസംബർ 21 സൂര്യൻ, ചന്ദ്രൻ എന്നിവയുടെ സ്ഥാനം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പട്ടണം സെലക്ട് ചെയ്ത് സൺക്ലോക്ക് സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിക്കുക. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ exam 10 എന്ന ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യം നമ്പർ, ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. ഓക്കെ, ഇനി കുറച്ച് ഹിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഹിന്റ് എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് എനി ഇന്ത്യൻ സിറ്റി. പിന്നെ പറയുന്നത് മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ്. അടുത്തത് ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്. അടുത്തത് ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. ഓക്കെ, ഇതിൻ്റെ മലയാളം സൺക്ലോക്കിലെ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് ഇന്ത്യയിലെ ഒരു പട്ടണം സെലക്ട് ചെയ്യുക. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി ക്രമീകരിക്കുക. ഭൂപടത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കുക. പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുക. ഇത്രയാണ് പറഞ്ഞത്. ഇത്രയും ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സൺക്ലോക്ക് എന്ന് കാണാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്, ഈ ക്രമത്തിൽ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാ ഇത്തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇത് നമുക്ക് വലുതാക്കാം അല്ലേ? അപ്പോൾ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യാം, അപ്പോൾ നമുക്കത് വലുതായിട്ട് കാണാൻ പറ്റും. ഇനി എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മെനു ബാർ ഇത്തരത്തിൽ ഓപ്പൺ ആയി കിട്ടും. ഇനി നമുക്ക് ചോദ്യം എടുത്ത് നോക്കാം. ചോദ്യത്തിൽ ആദ്യം പറഞ്ഞത് എന്താ? ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് എനി ഇന്ത്യൻ സിറ്റി. മലയാളം സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ച് ഇന്ത്യയിലെ ഒരു പട്ടണം സെലക്ട് ചെയ്യാം. അപ്പോൾ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെനു ബാറിലെ ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിലെ എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്താലും മതി. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു സമയമേഖലാ ഭൂപടം നമുക്കിപ്പോൾ കിട്ടി. ഓക്കെ, ഇനി അങ്ങനെയല്ല, നിങ്ങളുടെ കീബോർഡിൽ സ്പേസ് ബാർ ഉണ്ടല്ലോ, ആ സ്പേസ് ബാർ പ്രസ് ചെയ്താലും നമുക്ക് ഈ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ ടൈം സോൺ മാപ്പ് ഡിസ്പ്ലേ ചെയ്തു. ഇനി എന്താ വേണ്ടത്? സെലക്ട് എനി ഇന്ത്യൻ സിറ്റി. നമുക്ക് നമ്മുടെ ഇന്ത്യ ഇവിടെയുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സിറ്റി സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ മദ്രാസ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാ താഴെ മദ്രാസ് എന്ന് കാണാം. ഓക്കെ, ഇനി അഥവാ അങ്ങനെയല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗമുണ്ട്. നമ്മുടെ മെനു ബാർ എടുക്കുക. ഇതാ മെനു ബാർ ഇവിടെ താഴെ പോയി നിന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ യു എന്നത് കണ്ടോ, അതായത് അർബൻ കമാൻഡ് വിൻഡോ എന്നാണ് പറയാം. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ ന്യൂ ഡൽഹി ആണെങ്കിൽ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് മുഴുവൻ റിമൂവ് ചെയ്തിട്ട് ന്യൂ ഡൽഹി എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ കണ്ടില്ലേ, കൃത്യമായിട്ട് ഇത് ഇവിടെ മാർക്ക് വന്നില്ലേ? ആ ന്യൂ ഡൽഹി എന്ന സ്ഥലത്ത് വരും. ഇനി മദ്രാസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ബാക്ക് കൊടുക്കുക. എന്നിട്ട് മദ്രാസ് എന്ന് ടൈപ്പ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് മദ്രാസ് ആ ഒരു സ്ഥലത്ത് മാർക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഏത് മാർഗ്ഗം വേണമെങ്കിലും ഉപയോഗിക്കാം. ഒന്നിക്കൽ ഈ അർബൻ കമാൻഡ് വിൻഡോ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് സിറ്റീൻ്റെ നെയിം കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഇന്ത്യയിൽ ഇത് ഇവിടെ തന്നെ കാണാൻ പറ്റും. മദ്രാസ് ആയാലും ഡൽഹി ആയാലും അവിടെ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതൊന്ന് സെലക്ട് ചെയ്യാം. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ തൽക്കാലം മദ്രാസ് സെലക്ട് ചെയ്തു. മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ്. അതായത് പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി ക്രമീകരിക്കുക. അതായത് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് 2024 ഡിസംബർ 21 സൂര്യനും ചന്ദ്രൻ്റെയും സ്ഥാനമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മുടെ സൺക്ലോക്കിൽ താഴെ നോക്കിയാൽ കാണാം ഏതാ ഡേറ്റ് കാണിക്കുന്നത്? 2024 ജനുവരി 30 ആണ് അല്ലേ? ജനുവരി 30 ആണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 2024 തന്നെ ഡിസംബറിലേക്ക് പോകണം. ഡിസംബർ 21 തീയതിയിലേക്ക് വരണം. അതിനെന്ത് ചെയ്യാം? ഇവിടെ ജി എന്ന് കണ്ടോ? ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് പ്രോഗ്രസ് വാല്യൂ.
ഈ പ്രോഗ്രസ് വാല്യൂവിനനുസരിച്ചിട്ടാണ് നമുക്ക് മാസമാണോ അല്ലെങ്കിൽ ദിവസമാണോ മിനിറ്റാണോ കൂട്ടണോ കുറക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. അതായത് നമുക്കിവിടെ 2024 ജനുവരിയിലാണ് ഉള്ളത്. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞതുപോലെ 2024 ഡിസംബറിലേക്ക് പോകാം. ഓക്കെ, 2024 ഡിസംബറിലേക്ക് നമുക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് 30 ദിവസം കൂട്ടി ഡിസംബറിലേക്ക് പോയിക്കൂടെ? അതിനുവേണ്ടി എന്ത് ചെയ്യുക, ജി എന്നത് ഇവിടെ ജിയുടെ മുകളിലേക്ക് മൗസ് പോയിന്റ് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കാണാം താഴെ പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റ് ആണുള്ളത്. ഒരിക്കൽ ജി അമർത്തുമ്പോൾ അത് 1 അവർ ആയി. ഒരിക്കൽ കൂടി അമർത്തുമ്പോൾ 1 ഡേ ആയി. ഒരു ദിവസം കൂട്ടാനോ കുറക്കാനോ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് വാല്യൂ 1 ഡേ കൊടുത്താൽ മതി. പക്ഷെ നമുക്ക് ഓരോ മാസം വീതം കൂട്ടണം. അപ്പോൾ ഒരു 30 ദിവസം വീതം കൂട്ടണം അല്ലേ? അതുകൊണ്ട് നമുക്ക് 30 ഡേ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു, 7 ഡേ ആയി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ 30 ഡേയ്സ് ആയി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്കുള്ളത് എയും ബിയും ആണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈഡ് ടൈം ടുവേർഡ്സ്, അതായത് നമുക്ക് എത്രയാണോ നമ്മൾ പ്രോഗ്രസ് വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും ടൈം, അത്രയും ദിവസം നമുക്ക് മുമ്പോട്ടേക്ക് കൂട്ടി പോകാൻ പറ്റും. എന്നാൽ ബി ആണെങ്കിലോ മോഡിഫൈഡ് ടൈം ബാക്ക്വേർഡ്, അതായത് നമ്മൾ എത്രയാണോ പ്രോഗ്രസ് വാല്യൂ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ കണക്കായിട്ട് ബാക്കോട്ടേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമ്മൾ ജനുവരി 2024 താഴെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ജനുവരി എന്നതിനെ 30 ദിവസം കൂട്ടി നമുക്ക് ഡിസംബർ 2024 എത്തിക്കണം അല്ലേ? അപ്പോൾ കൂട്ടി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലേ? മോഡിഫൈ ടൈം ഫോർവേഡ് അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോഗ്രസ് വാല്യൂ 30 ഡേയ്സ് ആയി സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് എ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നോക്കിക്കോ ഫെബ്രുവരി എത്തി അല്ലേ? ഇനി ഒരിക്കൽ കൂടി എ ക്ലിക്ക് ചെയ്യുന്നു, മാർച്ചിലെത്തി, മാർച്ച് 2024. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ നമ്മൾ ഏപ്രിലെത്തി. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡിസംബർ 2024 എത്തുന്നത് വരെ എ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഡിസംബർ 2024 ഞാൻ എത്തി. ഇനി നോക്കിയേ, ഇവിടെ എത്രയാ ഡേറ്റ് ഉള്ളത്? 25 അല്ലേ? ഇനി നമ്മൾ ചോദ്യത്തിൽ നോക്കാം. ചോദ്യത്തിൽ ഡിസംബർ 21 പറഞ്ഞത്. അപ്പോൾ നമുക്ക് 25 അല്ല വേണ്ടത്, ഓരോ ദിവസമായിട്ട് നമുക്ക് ആ 21 എത്തുന്നവരെ ബാക്കോട്ടേക്ക് പോകണം അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി നമ്മുടെ പ്രോഗ്രസ് വാല്യൂ 30 ദിവസമാക്കിയാൽ ശരിയാവില്ല. നമുക്കിനി നമ്മൾ 25-ാം തീയതിയിലാണ് ഉള്ളത്, അതിന് 21-ാം തീയതിയിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രോഗ്രസ് വാല്യൂ 1 ഡേ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 30 ദിവസമൊന്നും വേണ്ട, നമുക്ക് ഒരു ദിവസം ബാക്കോട്ട് പോയാൽ മതി. അപ്പോൾ ജി ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ 1 മിനിറ്റ് ആയി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു, 1 അവർ ആയി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു, 1 ഡേ ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, എ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25 എന്നുള്ള ദിവസം കൂടി പോകും. അതായത് 26, 27 അങ്ങോട്ടേക്കാണ് നമുക്ക് പോകാൻ പറ്റുക. നമുക്ക് 25-ലാണ് ഉള്ളത്, അതിന് 21-ലേക്ക് മാറ്റണം. അതുകൊണ്ട് ഓരോ ദിവസം കുറച്ച് പോയാൽ മതി. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ബി ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. കാരണം ബി എന്ന് പറയുന്നത് മോഡിഫൈഡ് ടൈം ബാക്ക്വേർഡ് ആണ്. പ്രോഗ്രസ് വാല്യൂ 1 ഡേ ആയി ക്രമീകരിച്ചിട്ട് ബി എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 24-ലെത്തി. ഓക്കെ, ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 23-ലെത്തി. വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ കറക്റ്റായിട്ട് നമ്മളിപ്പോൾ ഡേറ്റിലെത്തിയല്ലോ, 21 ഡിസംബർ 2024 കറക്റ്റായിട്ട് നമ്മൾ എത്തി. ഇനി ഷോ ദ സൺ ആൻഡ് മൂൺ ഓൺ ദ മാപ്പ്. മലയാളം ഇവിടെയുണ്ട്. ഭൂപടത്തിൽ സൂര്യനെയും ചന്ദ്രനെയും ദൃശ്യമാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞതാണ് അല്ലേ? അതെന്തായാലും പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിലെ പ്രവർത്തനമായാലും അതേപോലെ തന്നെ തിയറിയിലെ ചോദ്യങ്ങളായാലും ഈ ഭാഗത്തു നിന്നൊക്കെ വരും. സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ മെനു ബാറിലെ വൈ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. വൈ ഇതാ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ സൂര്യനുണ്ട്, ഇവിടെ ചന്ദ്രനുണ്ട്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ കൂടി കാണാൻ പറ്റും. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കീബോർഡിലെ വൈ പ്രസ് ചെയ്താലും കണ്ടില്ലേ അത് പോയി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം, അപ്പോൾ ചന്ദ്രനും സൂര്യനും വന്നു. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇത്തരത്തിൽ കീബോർഡിലെ വൈയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്, പ്രധാന അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് അഥവാ അക്ഷാംശ രേഖ പ്രദർശിപ്പിക്കണമെങ്കിൽ ടി ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ടി ഉണ്ട്. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിലെ ടി ക്ലിക്ക് ചെയ്താലും മതി. കണ്ടില്ലേ? അപ്പോൾ ഇതാ ഇവിടെ ആ ഒരു പ്രധാന അക്ഷാംശ രേഖകൾ അഥവാ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. ഓക്കെ, ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേ ആവും. ഓക്കെ, ചോദ്യത്തിൽ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തോ, ഡിസ്പ്ലേ ദ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അത്രയും ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, അത് സേവ് ചെയ്യുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഈ സ്ക്രീൻഷോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഉണ്ടാവുക. അവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി ഇടണം. ഓക്കെ, അപ്പോൾ പിക്ചേഴ്സ് എന്ന ഫോൾഡറിൽ നിന്നും നമുക്കത് കോപ്പി ചെയ്ത് നമ്മുടെ ഫോൾഡറിലേക്ക് ഇടാം. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം ഇത് മിനിമൈസ് ചെയ്യുന്നു, ഇതും മിനിമൈസ് ചെയ്യുന്നു, ഇതും മിനിമൈസ് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം, ഹോമിലേക്ക് പോകുന്നു. ഹോമിൽ ഇവിടെ പിക്ചേഴ്സ് എന്ന് കാണാലോ, ഈ പിക്ചേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ പിക്ചേഴ്സ് ഉണ്ട്, രണ്ടും ഒന്ന് തന്നെയാണ്. ഇതിലേക്ക് വരിക.
ഇവിടെ നമ്മുടെ സ്ക്രീൻഷോട്ട് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കാണാൻ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടില്ലേ, നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രീൻഷോട്ടിനെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. എന്നിട്ട് ഹോമിലേക്ക് വരിക. എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? exam10-ലല്ലേ. അപ്പോൾ നമ്മുടെ exam10 എന്ന ഫോൾഡർ ഇവിടെയുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു ചിത്രം ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ആ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇതിനെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, റീനെയിം കൊടുക്കുക. കാരണം നമ്മുടെ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആയിട്ട് നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ റീനെയിം കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 1 2 3 4 5 6 രജിസ്റ്റർ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക, _ കൊടുക്കുക. എത്രയാണോ ചോദ്യം നമ്പർ, ആ ചോദ്യം നമ്പർ കൂടി ചേർത്ത് കൊടുക്കുക. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം ഏതാണോ നിങ്ങളുടെ ചോദ്യം, ആ ചോദ്യം നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക, റീനെയിം കൊടുക്കുക. ഇത്രയേ ചെയ്യാനുള്ളൂ. ഓപ്പൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് ഡു ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. ഇതിന് മലയാളം ഇവിടെയുണ്ട്. സൺക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാം. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. ഷോ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ആൻഡ് മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. Okay, remove the separation of the day and night completely. Take screenshot of it and save it in the exam10 folder in home with your register number, question number as the file name. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സൺക്ലോക്ക് ഓപ്പൺ ചെയ്യണം. സൺക്ലോക്ക് ഓപ്പൺ ചെയ്യാൻ ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ കുറച്ച് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സൺക്ലോക്ക് കാണാം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്, ആ ഒരു ക്രമത്തിൽ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യാം. ഇത്തരത്തിലാണ് സൺക്ലോക്ക് ഓപ്പൺ ആയി വരുന്നത്. ഇതിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക, മാക്സിമൈസ് വിൻഡോ എന്ന് പറയുന്ന ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യുക, മാക്സിമൈസ് ചെയ്തു. എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെനു ബാർ ഇവിടെ ഓപ്പൺ ആയി കിട്ടും. ഇനി നമ്മളോട് ആദ്യം എന്താ പറഞ്ഞത്? ചോദ്യം നോക്കാം. സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക. അതായത് ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ. അപ്പോൾ ടൈം സോൺ മാപ്പ് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ കീബോർഡിൽ സ്പേസ് ബാർ അമർത്തിയാലും മതി. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് മൗസ് ഇങ്ങനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായിട്ട് കിട്ടും. ഷോ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻ ആൻഡ് മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അതായത് രേഖാംശ രേഖകളും പ്രധാന അക്ഷാംശ രേഖകളും പ്രദർശിപ്പിക്കുക. അപ്പോൾ എന്തായാലും ആ ടേബിൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്, കാരണം തിയറിയിലൊക്കെ ചോദിക്കാറുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ M ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ ക്ലിക്ക് ചെയ്തു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി അളവുകൾ നിങ്ങൾക്ക് താഴെ കാണാം. വേണമെങ്കിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകും. ഓക്കെ, നമുക്കത് താഴെ തന്നെ നിൽക്കട്ടെ. ചോദ്യത്തിൽ അങ്ങനെ മുകളിൽ താഴെന്നൊന്നും പറഞ്ഞില്ലല്ലോ, നമുക്കത് താഴെ തന്നെ നിൽക്കട്ടെ. ഓക്കെ, രേഖാംശ രേഖകൾ നമ്മൾ പ്രദർശിപ്പിച്ചു, അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ ലൈന് നമ്മൾ പ്രദർശിപ്പിച്ചു. ഇനി എന്ത് ചെയ്യണം? ഷോ മെയിൻ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, അത് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ T ആണ് അമർത്തേണ്ടത്, അല്ലേ? ഇതാ T എന്നത് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ടുള്ള അക്ഷാംശ രേഖകൾ പ്രദർശിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇത്രയും റെഡിയായല്ലോ. ആവശ്യമുള്ളതൊക്കെ നമ്മൾ ഷോ ചെയ്തു. ഇനി മൂന്നാമത്തത്, റിമൂവ് ദ സെപ്പറേഷൻ ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് കംപ്ലീറ്റ്ലി. അതായത് രാത്രിയുടെയും പകലിൻ്റെയും വേർതിരിവ് പൂർണ്ണമായി ഒഴിവാക്കണം. ഇതാ ഇവിടെ രാത്രി പകൽ, ഈ ഒരു വേർതിരിവ് പൂർണ്ണമായി ഒഴിവാക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് N എന്ന് പറയുന്നതാണ്. ഓക്കെ, N ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നൈറ്റ് ആണോ പകലാണോ ആ ഒരു വേർതിരിവ് അത് നമുക്ക് ഒഴിവാക്കാം. ഒരു തവണ ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു, ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഇത് പൂർണ്ണമായിട്ടും പോകുന്നത് വരെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പൂർണ്ണമായിട്ടും ആ രാത്രി പകൽ വേർതിരിവ് ഒഴിവായിട്ടുണ്ട്. ഓക്കെ, ഇനി ചോദ്യം നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇനി സേവ് ചെയ്യാനാണ് പറയുന്നത്. ഇതാ, ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ് ആൻഡ് സേവ് ഇറ്റ് ഇൻ ദ exam10 ഫോൾഡർ. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ കീബോർഡിലെ പ്രിന്റ് സ്ക്രീൻ എന്ന് പറയുന്ന കീ ഉപയോഗിക്കുക. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? നമുക്കിതങ്ങ് മിനിമൈസ് ചെയ്ത് വെക്കാം. ഞാനിത് മിനിമൈസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. ഇത് എവിടെ ഉണ്ടാവുക? നമ്മുടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഉണ്ടാവുക. നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഉണ്ടാകും. അവിടെ നിന്ന് നമുക്ക് എടുക്കണം. ഹോമിലേക്ക് പോവുക. ഹോമിൽ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ കാണാം. ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇത് ഇവിടെ നിന്ന് എടുക്കാം. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പിക്ചേഴ്സ് എന്ന ഫോൾഡർ വന്നു. ഇത് നമ്മൾ നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ടാണ്. ഇത് ഇപ്പോൾ എടുത്തത്. ഓക്കെ, ലാസ്റ്റ് എടുത്ത് ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ ആദ്യത്തെ ചോദ്യത്തിന് എടുത്തതാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് കോപ്പി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൾഡർ ഏതാ? exam10 അല്ലേ? അപ്പോൾ ഹോമിലെ exam10 എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, ഇത്ര മാത്രം മതിയോ? പോരാ, നമുക്കിതിന് കൃത്യമായുള്ള ഫയൽ നെയിം കൊടുക്കണം. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക,
റീനെയിം എന്ന് കാണാം, റീനെയിം കൊടുക്കാം. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അത് കൃത്യമായിട്ട് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക, അണ്ടർസ്കോർ കൊടുക്കുക, എത്രാമത്തെയാണോ ചോദ്യം ആ ഒരു ചോദ്യ നമ്പർ കൂടി കൊടുക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെന്നുള്ളത് നിങ്ങൾ എവിടെ സോഫ്റ്റ്വെയറിൽ കാണാമല്ലോ. അപ്പോൾ കൃത്യമായുള്ള ചോദ്യ നമ്പറും കൊടുക്കുക, എന്നിട്ട് റീനെയിം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇത്രയേ വേണ്ടൂ. ഇത്രയും ചെയ്താൽ ഈ ഒരു പ്രവർത്തനം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് ദ സൺസെറ്റ് ടൈം ഇൻ ന്യൂ ഡൽഹി ഓൺ 2023 November 12 with the help of SunClock software. Take a screenshot of it and save it in the exam10 folder in home with your register number, question number. ഓക്കെ, അത് തന്നെ. എന്നിട്ട് ഹിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതിന് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹിൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് ദ ലൊക്കേഷൻ. ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതാ, ഇവിടെ ന്യൂ ഡൽഹി ആണ്. ഓക്കെ, എന്നിട്ട് മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് റൺ ദ ഏനിമേഷൻ, ശ്രദ്ധിക്കണം, റൺ ദ ഏനിമേഷൻ ആൻഡ് ഫൈൻഡ് ദ ടൈം വെൻ ദ ഡേ ടേൺ ടു ഡാർക്ക് ഓവർ ന്യൂ ഡൽഹി. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ്. മലയാളം വായിക്കാം. സൂചനയായിട്ട് പറഞ്ഞിട്ടുള്ളത് സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിച്ചിട്ട് സ്ഥലം സെലക്ട് ചെയ്യുക, അതായത് ന്യൂ ഡൽഹി സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കുക. ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന, ശ്രദ്ധിക്കണം, പകൽ മാറിയിട്ട് ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ന്യൂഡൽഹിക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. സെറ്റ് അല്ലേ? നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം? സൺക്ലോക്ക് ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്, ആപ്ലിക്കേഷൻസ്, എഡ്യൂക്കേഷൻ, സൺക്ലോക്ക്, ഈ ക്രമത്തിൽ സൺക്ലോക്ക് ഓപ്പൺ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ മെനു ബാർ കൊണ്ടുവരണം. ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെനു ബാർ ഇവിടെ വരും. ചോദ്യത്തിൽ ആദ്യം എന്താ പറഞ്ഞത്? സൺക്ലോക്കിൽ സമയമേഖലാ ഭൂപടം പ്രദർശിപ്പിക്കുക, എന്നിട്ട് സ്ഥലം സെലക്ട് ചെയ്യാം. ഓക്കെ, ഏതാ? ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പ് ഓൺ ദ സൺക്ലോക്ക് സോഫ്റ്റ്വെയർ ആൻഡ് സെലക്ട് ദ ലൊക്കേഷൻ. ടൈം സോൺ മാപ്പ്, ആ സമയമേഖലാ ഭൂപടം കൊണ്ടുവരാൻ എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എക്സ്ക്ലമേഷൻ മാർക്ക് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് മൗസ് ഒന്ന് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലുതായിട്ട് നമുക്ക് കിട്ടും. ഇനി എന്താ വേണ്ടത്? സ്ഥലം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. ന്യൂ ഡൽഹി ആണ് അല്ലേ? നമുക്കറിയാം ന്യൂ ഡൽഹി ഇതാ ഇവിടെയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ താഴെ നിങ്ങൾക്ക് ന്യൂ ഡൽഹി എന്ന് കാണാം. അത്രയാണല്ലോ. ഇനി അടുത്തത് നോക്കാം. മേക്ക് സ്യൂട്ടബിൾ ചേഞ്ചസ് ഇൻ ദ പ്രോഗ്രസ് വാല്യൂ ആൻഡ് അഡ്ജസ്റ്റ് ദ ഡേറ്റ് ആൻഡ് ടൈം. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കാം. എത്രയാണ് തീയതി പറഞ്ഞത്? സൺസെറ്റ്, നമുക്ക് വേണ്ടത് സൺസെറ്റ് ടൈം ഇൻ ന്യൂഡൽഹി ആണ്. ഓക്കെ, അപ്പോൾ 2023 നവംബർ 12 നമ്മൾ പോകണം. ഇപ്പോൾ എത്രയുള്ളത്? 2024 ജനുവരി 30. അപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകണം? ബാക്കോട്ടേക്ക് പോകണം അല്ലേ? 2024 ഓരോ മാസം നമ്മൾ ബാക്കോട്ടേക്ക് പോയിട്ട് 2023 നവംബറിലേക്ക് എത്തണം. അതിനാദ്യം നമ്മൾ പ്രോഗ്രസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, പ്രോഗ്രസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ ജി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജിയുടെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ കാണാം പ്രോഗ്രസ് വാല്യൂ 1 ആണ്. നമ്മളിപ്പോൾ ഉള്ളത് ജനുവരിയിലാണ്. ഈ 2024 ജനുവരിയിലാണ്. നമുക്ക് 2023 നവംബറിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇന്നും ബാക്കോട്ട് പോകണം അല്ലേ? ഒരു മാസം ബാക്കോട്ട് പോയി വീണ്ടും ഒരു മാസം ബാക്കോട്ട് പോകണം. അതായത് ഒരു 30 ദിവസം വീതം നമുക്ക് ബാക്കോട്ടേക്ക് പോകണം. അതിനായിട്ട് എന്ത് ചെയ്യാം? ഇവിടെ ജിയിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പ്രോഗ്രസ് വാല്യൂ 1 അവർ ആയി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം, പ്രോഗ്രസ് വാല്യൂ 1 ഡേ ആയി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം, 7 ഡേ. ഒരിക്കൽ കൂടി 30 ഡേ. ഓക്കെ, 30 ഡേയ്സ് വരെയാണ് നമുക്ക് ഇതിൽ പറ്റുക. 30 ഡേയ്സ് ആയി. ഇനി എന്ത് ചെയ്യണം? പ്രോഗ്രസ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ മുമ്പോട്ടാണോ പോകേണ്ടത് ബാക്കോട്ടാണോ പോകേണ്ടതെന്ന് തീരുമാനിക്കണം. മുമ്പോട്ടാണെങ്കിൽ എ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്, മോഡിഫൈ ടൈം ഫോർവേഡ്. ബി ആണെങ്കിലോ മോഡിഫൈ ടൈം ബാക്ക്വേഡ്, ബാക്കോട്ടേക്കാണ് പോവുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയാ? ജനുവരി 2024. അതിനെ നവംബർ 2023 ആക്കാൻ ബാക്കോട്ടാണ് പോകേണ്ടത് അല്ലേ? അതുകൊണ്ട് ബി ആണ് നമ്മൾ അമർത്തേണ്ടത്. ബി ഒരു തവണ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായി? 2023 ഡിസംബർ ആയി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 2023 ഡിസംബർ തന്നെ, പക്ഷേ ഡേറ്റ് 1 ആണ് അല്ലേ? അത് 30 ദിവസം ബാക്കോട്ട് പോയത് കൊണ്ടാണ്. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്താൽ മതി. ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും 30 ദിവസം ബാക്കോട്ട് പോയി. ഇപ്പം എന്തായി? നവംബർ 1 ആയി. ഓക്കെ, അപ്പോൾ മാസവും വർഷവും നമുക്ക് കറക്റ്റ് കിട്ടി അല്ലേ? ചോദ്യത്തിൽ പറഞ്ഞ മാസവും വർഷവും കിട്ടി. ഇനി ഡേറ്റ് ആണ് മാറ്റേണ്ടത്. ഡേറ്റ് ഇപ്പോൾ എത്രയുള്ളത്? 1 ആണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം കൂട്ടി വരാം. ഓക്കെ, ഓരോ ദിവസം കൂട്ടി വരാം. അല്ലെങ്കിൽ 7 ദിവസം കൂട്ടിയിട്ട് അതിനുശേഷം ആവശ്യമുള്ള ഓരോ ദിവസം കൂട്ടി 12ലേക്ക് എത്താം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഓരോ ദിവസം കൂട്ടാൻ വേണ്ടി പോവാണ്. അതിനെന്ത് ചെയ്യാം? ജി ഒരിക്കൽ കൂടി അമർത്തുക. 1 മിനിറ്റ് ആയി. ഒരിക്കൽ കൂടി അമർത്തുക. 1 അവർ ആയി. ഒരിക്കൽ കൂടി അമർത്തുക. ഡേ ആയി. ഓക്കെ, 1 ഡേ ആയി. ഇനി ഞാനിവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം വീതം കൂടും. കുറച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം വീതം കുറയും. ഞാനിവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്, കാരണം ഞാൻ 1-ലാണുള്ളത്. നവംബർ 1 ആണ്. എനിക്ക് നവംബർ 12 ആക്കണം. എ ഒരിക്കൽ ക്ലിക്ക് ചെയ്യുന്നു. 2-ലെത്തി. ഒരിക്കൽ കൂടി 3-ലെത്തി. 4, 5, 6, 7, 8, 9, 10, 11, 12. ഓക്കെ, നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ വർഷവും മാസവും ഡേറ്റും.
ഇനി എന്താ പറഞ്ഞത്? റൺ ദ ആനിമേഷൻ ആൻഡ് ഫൈൻഡ് ദ ടൈം വെൻ ദ ഡേ ടേൺ ടു ഡാർക്ക് ഓവർ ന്യൂഡൽഹി. ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ന്യൂഡൽഹിക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനെന്ത് ചെയ്യാന്നറിയോ? പ്രോഗ്രസ് വാല്യൂ ഇപ്പം 1 ഡേയിലാണ് ഉള്ളത്. അതിനെ നമുക്ക് 1 മിനിറ്റ് ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, ആനിമേഷൻ പ്രവർത്തിപ്പിക്കുന്നതിന് മുമ്പ് 1 മിനിറ്റ് ആയി സെറ്റ് ചെയ്യണം. 1 ഡേ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആനിമേഷൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ അങ്ങോട്ടേക്ക് പോയി കളയും. അതുകൊണ്ട് ഒരിക്കൽ ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക, അങ്ങനെ 1 മിനിറ്റ് ആവുന്നത് വരെ ക്ലിക്ക് ചെയ്യുക. 1 മിനിറ്റ് ആയല്ലോ. ഇനി നമുക്ക് ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കീബോർഡിലെ സിംഗിൾ ക്വാഡ്സിൻ്റെ ഒരു കീ ഉണ്ട്, അതാണ് കൊടുക്കേണ്ടത്. സിംഗിൾ ക്വാഡ്സിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ, വ്യത്യാസം കണ്ടില്ലേ? അത് ഒരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആനിമേഷൻ സ്റ്റാർട്ട് ആവും, ഒരിക്കൽ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ആനിമേഷൻ സ്റ്റോപ്പ് ആവും. നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞത് എന്താ? ചോദ്യം വ്യക്തമായിട്ട് വായിക്കുക. ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ന്യൂഡൽഹിക്ക് മുകളിൽ. ഓക്കെ, ഇതാ ഇവിടെ കാണാം. രണ്ട് ആനിമേഷൻ ആൻഡ് ഫൈൻഡ് ദ ടൈം വെൻ ദ ഡേ ടേൺ ടു ഡാർക്ക് ഓവർ ന്യൂഡൽഹി. അപ്പോൾ ഇതിപ്പോൾ ഇരുട്ടാണ്, ന്യൂഡൽഹിൻ്റെ ഭാഗത്ത് രാത്രിയാണ് അല്ലെ, ഇരുട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ പകലാണ്, നമുക്ക് പകൽ മാറി ഇരുട്ടാണ് വേണ്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു സിംഗിൾ ക്വാഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇരുട്ട് മാറി ഇപ്പോൾ പകൽ തുടങ്ങി ന്യൂഡൽഹിയിൽ. ഇനി ആ പകല് ഇരുട്ട് തുടങ്ങുമ്പോൾ, പകൽ മാറിയിട്ട് ഇരുട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ആ ന്യൂഡൽഹിയുടെ മുകളിൽ ഇരുട്ട് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. സപ്പോസ് നിങ്ങളിങ്ങനെ കൊടുക്കുമ്പം അറിയാതെ കുറച്ച് ഇങ്ങോട്ടേക്ക് ആയിപ്പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാം ആദ്യം മുതൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് അധികം ആയിപ്പോയാൽ, നമുക്ക് പരീക്ഷയ്ക്ക് അഥവാ അങ്ങനെ പറ്റിപ്പോയാൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾറെഡി പ്രോഗ്രസ് വാല്യൂ 1 മിനിറ്റിലല്ലേ ഉള്ളത്. അതുകൊണ്ട് എ അമർത്തിയാൽ കൂടി വരുന്നറിയാം, ബി അമർത്തിയാൽ കുറയുന്നറിയാം. നമുക്ക് കുറച്ചൊന്ന് ബാക്കോട്ട് പോയാൽ പോരെ. അപ്പോൾ ഈ ബി ഒന്ന് അമർത്തിയാൽ മതി. ഇങ്ങനെ മുമ്പോട്ടായി പോയിട്ടുണ്ടെങ്കിൽ ബി ഒന്ന് അമർത്തിയാൽ കറക്റ്റ് നമുക്ക് അതിന് മുകളിലേക്ക് വന്ന് നിന്നോളും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കണമല്ലോ. അതിനായിട്ട് പ്രിൻറ്റ് സ്ക്രീൻ കീ, നിങ്ങളുടെ കീബോർഡിലെ പ്രിൻറ്റ് സ്ക്രീൻ എന്ന കീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തു. ഇത് എവിടെ ഉണ്ടാവുക? പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ. അപ്പോൾ ഇതൊക്കെ ക്ലോസ് ചെയ്യുന്നു. ഇത് ഞാൻ മിനിമൈസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഹോമിലേക്ക് പോകുന്നു. ഹോമിൽ പിക്ചേഴ്സ് എന്ന ഫോൾഡറിലേക്ക് വരിക. ഇവിടെ നമ്മുടെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാലോ. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, കോപ്പി കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുക. എന്നിട്ട് ഹോമിൽ നമ്മുടെ exam10 എന്ന ഫോൾഡറിനകത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പേര് മാറ്റണ്ടേ? റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്നു, റീനെയിം കൊടുക്കുന്നു. രജിസ്റ്റർ നമ്പർ കൊടുക്കുക, അണ്ടർസ്കോർ ഇടുക. എത്രാമത്തെ ആണോ ചോദ്യം, ആ ചോദ്യം നമ്പറും കൂടി കൊടുക്കുക. എന്നിട്ട് റീനെയിം കൊടുക്കുക. ഇതോടുകൂടി ഈ ഒരു പ്രവർത്തനവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സൺക്ലോക്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ റെഡിയാണല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.